ഷഫീദ്, ഈ ചോദ്യം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിൽ പറഞ്ഞതുപോലെ അന്വേഷണ സംഘം ഇനി എങ്ങോട്ട് നീങ്ങണം, ഇനി ഏത് വഴിക്ക് പോകണം എന്നതിൻ്റെ തീരുമാനമെടുക്കേണ്ട ചോദ്യം ചെയ്യൽ, അല്ലെങ്കിൽ അതിന് മുന്നോട്ട് പോകാൻ ലഭിക്കേണ്ട മൊഴികളിൽ ചിലതൊരു പക്ഷേ പത്മകുമാറിൻ്റെ പക്കലായിരിക്കും. പലരുടെയും നെഞ്ചിടിക്കുന്നുണ്ടാകും ഈ പത്മകുമാർ എന്താണ് SIT പറയാൻ പോകുന്നത് എന്നതിൽ. എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് ഊഹിക്കാം. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ പറയുന്ന ഈ ചുരുങ്ങിയ മണിക്കൂറുകൾ, ഒന്നര ദിവസത്തെ ഇനി ശേഷിക്കുന്ന ഈ മണിക്കൂറുകൾ SITക്ക് വളരെ ക്രൂഷ്യലാണ് അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ SITയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അവർ കണ്ടെത്തി നിൽക്കുന്ന വിവരം ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ സൂത്രധാരൻ പത്മകുമാർ ആണ് എന്നുള്ളതാണ്. എന്നാൽ അതിനു പിന്നിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്താൻ പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ അനിവാര്യമാണ്. നേരത്തെ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തെ ഏതാണ്ട് 1.5 മണിക്കൂർ മാത്രമാണ് ചോദ്യം ചെയ്തത്. അത് നിലവിൽ ഇപ്പോൾ ശേഖരിച്ചിരിക്കുന്ന SIT അന്ന് ശേഖരിച്ചിരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യൽ മാത്രമായിരുന്നു. അത് കൂടുതൽ കാട് കയറി പോവുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിശയിലേക്ക് പോവുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് ഉച്ച മുതൽ ആരംഭിച്ചിരിക്കുന്ന പത്മകുമാറിന്റെ ചോദ്യം ചെയ്യൽ നിർണായകമാണ്. പ്രത്യേകിച്ച് ഉന്നതരെ കുറിച്ചിട്ട്, അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്ന ആളുകളെ കുറിച്ചിട്ടൊക്കെയുള്ള വിവരങ്ങൾ പത്മകുമാർ നൽകുമെങ്കിൽ സ്വാഭാവികമായും അത് നിർണായകമായി മാറും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം തന്നെ, അതായത് പത്മകുമാർ തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ പറഞ്ഞത് താൻ ദൈവതുല്യനെ കാണുന്ന ചിലർ ഇതിനൊക്കെ പിന്നിലുണ്ട് എന്നൊക്കെയുള്ള ചില സൂചനകൾ അദ്ദേഹം നൽകിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ പത്മകുമാറിന്റെ ഭാഗത്ത് നിന്ന് മൊഴി നൽകിയാൽ അതാരിലേക്ക് അന്വേഷണം പോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിർണായകമാകും. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയിലൂടെ നേടിയെടുത്ത ലാഭം, അതല്ലെങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള സാമ്പത്തിക നേട്ടം, അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാർ വിനിയോഗിച്ചു എന്നുള്ളതാണ് SITയുടെ കണ്ടെത്തൽ. പത്തനംതിട്ടയിലെ ഭൂമികൾ, ചില കെട്ടിടങ്ങൾ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് റെയ്ഡിൽ പിടിച്ചെടുത്തിട്ടുള്ള ആധാരങ്ങൾ, രേഖകൾ, അതൊക്കെ ക്രോസ് ചെക്ക് ചെയ്യണം. കൂടാതെ മറ്റൊരു കാര്യം കൂടി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ, വിദേശയാത്ര, അതായത് പത്മകുമാറിന്റെ വിദേശയാത്രകളിലെ അസ്വാഭാവികത, വിദേശത്ത് എവിടെയാണ് പോയത്, ആരെയൊക്കെയാണ് കണ്ടത്, എന്തൊക്കെയായിരുന്നു അതിന്റെ ഉദ്ദേശങ്ങൾ തുടങ്ങിയ എല്ലാ വിവരങ്ങളും SIT പത്മകുമാറിൽ നിന്ന് ചോദിച്ചറിയും. ഇനി ഏതെങ്കിലും തരത്തിൽ മറ്റൊരു ടേണിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെ കസ്റ്റഡിയിലെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം തീരുമാനിച്ചേക്കും. മറ്റാരെങ്കിലും ചോദ്യം ചെയ്യണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നാളെ വൈകിട്ട് 5 മണിക്ക് മുന്നേ SIT തീരുമാനിക്കും. ഏതായാലും പത്മകുമാർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായ പ്രസക്തി ഈ അന്വേഷണത്തിൽ സംബന്ധിച്ചിട്ടുണ്ട്. അതേസമയം വളരെ പ്രധാനപ്പെട്ട 2 നീക്കങ്ങൾ കൂടി ഇന്ന് നടന്നിരുന്നു. SITയെ സംബന്ധിച്ച് മറ്റു ചിലരെ കുറിച്ചുള്ള വിവരശേഖരണം കൂടി തുടങ്ങി എന്ന തരത്തിലേക്കുള്ള സൂചനകൾ പുറത്തു വന്നു. രണ്ടാമത്തേത്, ശബരിമലയിലെ മുൻ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ജയശ്രീ, അതേപോലെ തന്നെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീകുമാർ എന്നിവരുടെ ജാമ്യാപേക്ഷ അത് വെള്ളിയാഴ്ച ഇനി കോടതി പരിഗണിക്കും. വിജയകുമാർ. ഷഫീദ്, ഈ ദൈവതുല്യൻ എന്ന് പറയുന്നത് ഞാനല്ല, അത് എന്നോട് ചോദിക്കേണ്ട, അങ്ങനെ പലരും കാണുമായിരിക്കും എന്നാണ് തന്ത്രി കണ്ഠരര് രാജീവരർ പറഞ്ഞത്. അപ്പോൾ ഈ ദൈവതുല്യൻ ആരെന്ന ചോദ്യം ഒരുപക്ഷെ ഉറപ്പായും ഈ SIT പത്മകുമാറിനോട് ചോദിക്കുകയും അപ്പോൾ അദ്ദേഹം ദൈവത്തെ പോലെ കണ്ടിരുന്നത് ആരാണ് എന്ന് പറയുകയും ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അതൊക്കെ ആയിരിക്കും അടുത്ത ദിവസങ്ങളിൽ SIT ഏത് വഴിക്ക് നീങ്ങും, തിരുവനന്തപുരത്ത് തന്നെ തുടരുമോ അതോ മറ്റെങ്ങോട്ടെങ്കിലും ഒക്കെ നീങ്ങുമോ എന്നതിൽ തീരുമാനമെടുക്കുന്നതിൻ്റെ ഒരു ഘടകമാകുക അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം പത്മകുമാറിനെ കസ്റ്റഡിയിൽ ലഭിച്ച് ചോദ്യം ചെയ്യും മുൻപ് തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തിയതിൽ SIT ചില കാര്യങ്ങൾ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം പത്മകുമാറിനോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോൾ അതിന് കോൺട്രഡിക്ഷനായി നേരത്തെ ഏതെങ്കിലും തരത്തിലുള്ള മൊഴിയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു SITയുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തവേ അവർ പറഞ്ഞ കാര്യം, അതായത് അറ്റകുറ്റപ്പണി അടക്കമുള്ള കാര്യങ്ങൾ ഉദ്യോഗസ്ഥ നിർദ്ദേശപ്രകാരം അനുമതി നൽകിയതാണ് എന്നുള്ളതാണ്. സ്വാഭാവികമായും അതിനകത്തൊരു ക്രോസ് ചെക്കിംഗ് SIT ഭാഗത്ത് നിന്നുണ്ടാകും. മാത്രവുമല്ല, പത്മകുമാറിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി കൊടുത്തത് ആര് എന്ന തരത്തിലേക്കുള്ള ചില സംശയങ്ങൾ അത് SITയെ സംബന്ധിച്ചിട്ടുണ്ട്. അത് ആര് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. പക്ഷേ പത്മകുമാറിന് അക്കാര്യത്തിൽ വ്യക്തതയുണ്ട്. പത്മകുമാർ അതിന് നൽകുന്ന മറുപടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തുടർ ദിവസങ്ങളിൽ, അതായത് നാളെ മുതൽ വളരെ വൈറ്റലായിട്ടുള്ള ചില നീക്കങ്ങൾക്ക് അന്വേഷണ സംഘത്തിന് സഹായകരമാകുന്ന കാര്യമാണ്. മാത്രവുമല്ല, ഇതിൽ പത്മകുമാർ പ്രത്യേക മറുപടി പറയേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചിട്ടാണ്. അതിൽ ചില സംശയങ്ങൾ, തേർഡ് പാർട്ടി ഇന്റർഫിയറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ SIT സംശയിക്കുന്നുണ്ട്. അതുൾപ്പെടെ നമുക്ക് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യലിൽ മറുപടിയായി പ്രതീക്ഷിക്കാം. വിജയകുമാർ. യെസ്, പത്മകുമാർ മൊഴി നൽകുമ്പോൾ ആരുടെയൊക്കെ നെഞ്ചിടിക്കും എന്നതൊക്കെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അന്വേഷണ സംഘം ഇനി ഏത് വഴിക്ക് നീങ്ങണം എന്നതിലും ഈ മൊഴി വളരെ ക്രൂഷ്യലാകും. എന്തായാലും ഇപ്പോൾ കൊല്ലത്ത് നിന്ന്, കോടതിയിൽ നിന്ന് തിരുവനന്തപുരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച
പത്മകുമാറിനെ SIT ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.